ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഇപ്പം ഞാൻ നിൽക്കണ വീടിൻ്റെ അവിടെ നിന്ന് ഒരു റെയിൽവേ ട്രെയിൻ പോണ കാര്യം കാണിച്ചു തരാൻ നോക്കാം കേട്ടോ. നിങ്ങളത് കണ്ടോ? ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലല്ല. ഞാനിപ്പോൾ ഉള്ളത് വയറ്റില എന്ന സ്ഥലത്താണ്. ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്ന അക്കൗണ്ടിങ് കോഴ്സുകളാണ് പഠിക്കുന്നത്. ഞാൻ പഠിച്ചത് BCom ആണ്. അപ്പോൾ ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്, ഇവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നമ്മൾ വീട്ടിലെടുക്കണ പോലെ നമുക്ക് പോയി എടുക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ഒരു പാടാണ്. പക്ഷെ എന്നാലും നമ്മളത് മാനേജ് ചെയ്ത് പോകും. ലൈഫാണല്ലോ. അപ്പം ഇവിടെ നിൽക്കണം. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് ക്ലാസ്. ഇവിടെ അടുത്ത വയറ്റില ഫിനിഷിംഗ് സ്കൂളിൽ നിന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ക്ലാസ്. അക്കൗണ്ടിങ് കോഴ്സുകളാണ് പഠിക്കുന്നത്. അറൗണ്ട് 50,000 അടുത്താണ്. അറൗണ്ട് അത്രയാണ് പൈസ വരുന്നത്. കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് പേരൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്. ഇപ്പോൾ ഇവിടെ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കണ വീട്ടിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ, നമുക്ക് ട്രെയിൻ പാളം കാണാൻ പോകാൻ പറ്റും. ഞാൻ നമുക്ക് പോയി കണ്ടച്ചും വരാം. പോകാം. ട്രെയിൻ പോവില്ലോ എന്നറിയില്ല. ഇതുവഴിയുടെ പോകണം. ഇതൊരു കാടേരിയ. അപ്പം ഇതിലേക്കാണ് പോകണം. പോയോക്കട്ടെ, കാണാൻ പറ്റുമോ അറിയില്ല. ഞാൻ നിൽക്കണ വീടില്ലേ, എൻ്റെ കസിൻ്റെ വീട്, അത് ഈ വെള്ള വീടിൻ്റെ തൊട്ടപ്പുറം. ഞാൻ കാണാൻ പറ്റുമോ നോക്കണ്ടേ, അതിന് കാണിച്ചു തരാം. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത് പിടിച്ച് നിൽക്കണേ. ആൾക്കാരൊന്നും ഇരിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇതവിടെയാണ് ട്രെയിൻ പാളം. ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റും. അവിടെ ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു ചമ്മൽ പറയാൻ അവിടെ നിൽക്കാൻ വേസ്റ്റ് ഉണ്ട് കേട്ടോ. കാര്യമായി നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ക്യാമറ വെച്ചെടുക്കണോണ്ടേ നമുക്ക് അതിനകത്ത് ഫോക്കസിങ് 0.5 വരുന്നില്ല. എന്താണെന്നറിയില്ല. ട്രെയിനിൻ്റെ അങ്ങോട്ട് പോയി ഇവിടെ റെഡ് ലൈറ്റ് നിർത്തി കാണുന്നുണ്ട്. അവിടെ വരുമില്ലെന്ന് നോക്കട്ടെ, പോയി നോക്കാം എന്തായാലും. ഇത് മെയിൻ പ്രശ്നം എന്നാണോ, എനിക്ക് ഇവിടുത്തെ നാട്ടുകാരെ ആരും അറിയില്ല. ഇവിടെ ചമ്മല്, അതാണ് വിഷയം. സാധാരണ നാട്ടുകാരെ അറിയില്ലല്ലോ, അപ്പം നമുക്ക് പേടിക്കണ്ടല്ലോ എന്ന് പറയും. പക്ഷെ എനിക്ക് നേരെ തല തിരിച്ച. എന്താണെന്നറിയില്ല. അയ്യോ, ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ കയറിയേക്കാം. ട്രെയിൻ പോവില്ല നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ട്രെയിൻ പാലത്തിൻ്റെ അടുത്ത്. ട്രെയിൻ വന്നാലും നമുക്ക് നോക്കി നിൽക്കാം. ഇപ്പോൾ വന്നാൽ ഭാഗ്യം. ഇതൊക്കെ എവിടെയാണ് സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അത് എനിക്കറിയില്ല, അവിടെ പറിച്ച് കേട്ടുള്ളൂ. ഞാൻ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ആൾക്കാർ പോകണ്ട അപ്പോൾ ഒരു ചമ്മൽ പറയാൻ. ആൾക്കാർ നിറച്ച ആൾക്കാരാണ്. സമയത്ത് പണി കഴിഞ്ഞ് പോകണ ആൾക്കാരാന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര ചമ്മൽ. എവിടെയാണ് ആൾക്കാർ വീഡിയോ കാണിച്ചത്. ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ മൊത്തം ആൾക്കാർ. ഒരു ചമ്മലില്ല, ചെറുചമ്മലിന്നല്ല. മീൻസ് ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അധികം നടക്കാം. നടുക്കേക്കടേ നടക്കണേ കേട്ടോ. അവിടെ ഒരു അതിനപ്പുറം ഒരു പാലം. അതെ, ചുമ്മാ ഒരാഗ്രഹം തോന്നി. അവിടെയാണ് നമ്മുടെ വീട്. എന്നാണ് പറഞ്ഞിരിക്കുക. ചുമ്മാ നടക്കണം, ഒരു സുഖം എന്നാണെങ്കിൽ പറയാം. ഇത് എവിടെ നിന്നാണ് തന്നെ എങ്ങനെയാണ് ഞാനൊന്നും എനിക്കറിയില്ല. ചുമ്മാ നടക്കുക. പിന്നിലേക്ക് പോയാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല അത്യാവശ്യം അതെ, മഴ കറുത്തിരിക്കുക. മഴ പെയ്യുമെന്ന് തോന്നുന്നു. മഴ പെയ്യട്ടെ. സ്റ്റെബിലൈസേഷൻ അത് ഇത്ര വലിയ കല്ല അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ചവിട്ടുമ്പോൾ തന്നെ പോകുന്നുണ്ട്. അതേട്ടോ, ഞാൻ ക്യാമറ കൊല്ലുങ്ങണേ. 6 കിലോമീറ്ററിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞാനറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ചേട്ടന്മാരനെ കളിയാക്കും. നമ്മൾ എത്ര നേരം നോക്കി ട്രെയിൻ പോലും കണ്ടില്ല. നമ്മൾ തിരിച്ചു പോവാം. നാളെ രാവിലെ ട്രെയിൻ ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ തിരിച്ചോട്ടെ. വന്ന വഴി തന്നെയാണ് പോട്ടെ. നിങ്ങൾ പറയണ കേട്ടോ, 4.5 ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലതെന്ന് പറയണേ.
ഞാൻ ഇടക്കിടക്ക് താഴത്തേക്ക് പോകണം, തട്ടി വിടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ താഴത്തേക്ക് പോകണം. അവിടെ വഴി ഇതിവിടെ ഈ വഴിയില്ലേ, ഇവിടെ വഴി കണ്ടിട്ടില്ല. നേരെ പോണത് ഇങ്ങോട്ട് വൈറ്റില സൈഡ്. വൈറ്റിലാണോ മുത്തൂരാണോ അങ്ങനെ എന്തോ സ്ഥലമാണ് പറഞ്ഞത്. ഏതാന്ന് നോക്കള്ളൂ. ഞാനിപ്പോ വല്യമ്മയോട് ചോദിച്ചിട്ട് കറക്റ്റ് കാര്യം പറഞ്ഞുതരാം. ടൈം പോകുന്നു. കുറെ നേരം ഇതുണ്ടല്ലോ, ഞാൻ ഈ ഒരു വീടിന്റെ മാർക്കമ്പളി കയറി നടത്താം വീഡിയോ കൊണ്ട് അടുത്തുനിന്നുള്ള വീഡിയോ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. നാളെ രാവിലെ വന്ദേ ഭാരതി വഴിയാ പോണേന്ന് പറഞ്ഞു. അതിപ്പോയി നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടാം കേട്ടോ. നോക്കണം. ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് ബാക്കി വീഡിയോ ആണ്. നമ്മൾ ശനിയാഴ്ച എടുത്തതിൻ്റെ ബാക്കി വീഡിയോ. ശനിയാഴ്ച കഴിഞ്ഞ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നലെ രാവിലെ എണീക്കാൻ പറ്റിയില്ല. ഇന്നലെ ചെറിയൊരു പനിക്കോൾ ഉണ്ടായതുകൊണ്ട് രാവിലെ എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എണീച്ചിരിക്കുന്നു. എല്ലാ ദിവസവും നേരത്തെ എണീക്കും, പക്ഷെ ഇപ്പം ഇന്ന് പോയി എടുക്കാമെന്ന് ഓർത്തിരിക്കുന്നു. അപ്പോൾ ഇതവിടെ മനസ്സിലാവും. അതുകൊണ്ടിരിക്കട്ടെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് 8 മണി എന്തോ ആയിട്ടുള്ളൂ കേട്ടോ വയസ്സ്. 8:10 ഇതിക്കടെ വന്ദേ ഭാരത് പോകണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു വന്ദേ ഭാരതിൻ്റെ ഇത് കാണിച്ചു തരാൻ. അപ്പോൾ കാണിക്കേണ്ടിരുന്ന മോശം, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കാണിക്കാൻ പോകുന്നു. നല്ല വെയിലാണ് രാവിലെ തന്നെ, അതാണ് എന്നെ ഇങ്ങനെ എടുത്തിട്ടേക്കണേ. വെയിലടിക്കേണ്ടി, അതാണ് വെയിലടിക്കും എന്നാലും. അപ്പോൾ വരട്ടെ. സമയം 8:10. 8:10 8 മണി ആയുള്ളൂ. ഇതിങ്ങനെ നടക്കാൻ പറ്റും, ഇതിങ്ങനെ അങ്ങോട്ട് നടക്കാൻ പറ്റും. ഈ വഴി നടക്കാൻ പറ്റും, ഈ വഴി നടക്കാം. രാവിലെയൊക്കെ ഒന്ന് നടക്കണവരുണ്ട് കേട്ടോ. വരട്ടെ. ഇത് അവിടെ നിന്ന് വരണ്ടെന്ന് തോന്നുന്നു. ഏതാണെന്ന് അറിയത്തില്ല. കാണാൻ പറ്റും. ഇവിടെ വരുമ്പോ കാണിച്ചില്ല, അവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഞാൻ വന്ദേ ഭാരത് കാണിച്ചു തന്നിരുന്നു. വന്ദേ ഭാരത് കാണിച്ചു തിരിച്ചു പോകാം. കറക്റ്റ് ടൈമിങ് ആട്ടോ ഇക്കടെ. 8:10 കറക്റ്റാണ്. 8:10 തന്നെ കറക്റ്റ് വീഡിയോയാണ്. അപ്പൊ ഞാൻ വന്ന വഴി ഇരിക്കും. വഴി ഞാൻ അറിയാം, ചെറുതായിട്ട് വഴി മാറിപ്പോയതാ. അപ്പോൾ നമുക്ക് പോട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ വീഡിയോ ഇടാത്തതെന്ന് ഉള്ള കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ.